നേപ്പാളിലെ ബെൽഖുണ്ടി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വില്ലേജിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. താനുമായി ഒരുമിച്ച് ഈ ഗ്രാമത്തിൽ വരുവാൻ ദൈവം അവസരം തന്നു. ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഈ ഗ്രാമങ്ങൾ, ഇവിടെയുള്ള ആയിരക്കണക്കിന് വീടുകൾ ഒക്കെ കണ്ട്, ഇതൊരു കാടിൻ്റെ സൈഡിലാണ് ഈ ഒരു വില്ലേജ്. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് ദൈവമക്കളോട് സംസാരിപ്പാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. നേപ്പാളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തോട് ബന്ധപ്പെട്ടും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ക്രിസ്ത്യാനിറ്റിക്കെതിരെ ശക്തമായ പെർസിക്യൂഷൻസ്, ഉപദ്രവങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല സ്റ്റേറ്റുകളിലും ക്രിസ്ത്യാനിത്വം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. യു.പിയിലെ ജയിലുകളിൽ ഒത്തിരി മിഷനറിമാർ കിടക്കുന്നു. മധ്യപ്രദേശും ഒട്ടും കുറവല്ല. മധ്യപ്രദേശിൽ ഒത്തിരി മിഷനറിമാർ ജയിൽവാസികളായി കഴിയുന്നുണ്ട്. ഛത്തീസ്ഗഡും ഒട്ടും പുറകിലല്ല. ക്രിസ്മസിന് പോലും ഒരു സാങ്ഷൻ അവിടെ പ്രാർത്ഥിക്കാൻ അവർക്ക് ലഭ്യമായിട്ടില്ല. എത്രയോ നല്ല രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഒത്തിരി ക്രിസ്ത്യാനിറ്റി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തേക്ക് നാം എത്തിക്കഴിഞ്ഞു. ഈ ഉപദ്രവങ്ങൾക്കെല്ലാം എന്താണ് ആൻസർ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഫറവോൻ്റെ കിങ്കരന്മാർ മുഖാന്തരം, ഊഴിയ വിചാരകന്മാർ മുഖാന്തരം പെർസിക്യൂഷൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ ദൈവം വെളിപ്പെട്ടത് തീയിലായിരുന്നു. തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവം. ഉപദ്രവങ്ങൾക്ക് മറുമരുന്ന് തീയാണ്. ആത്മാവിൻ്റെ തീ വെളിപ്പെടും. വിശുദ്ധ തിരുവെഴുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നേപ്പാളിലെ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ തീക്കകത്തു നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ തീക്കെതിരെ സംസാരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വെളിപ്പെടുന്നൊരു സമയമുണ്ട്. അവൻ നിങ്ങളെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. ആത്മപകർച്ചയുടെ ഒരു സമയമാണിത്. ജലസ്നാനത്തെ ആൻറ്റി കൺവേർഷൻ ബില്ല് കൊണ്ട് തടുക്കാം, പക്ഷേ ആത്മസ്നാനത്തെ തടുക്കാൻ പറ്റിയ ഒരു ബില്ലും ഭൂമിയിലില്ല. പിശാചിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അസാധാരണമായ വൈഭവത്തോടുകൂടെ വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ. തിരിച്ചറിയുക, ദൈവം തീക്കകത്ത് പ്രത്യക്ഷപ്പെട്ടാണ് മോസസിനെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്, നിയോഗിച്ച്. ഈ തലമുറയിൽ അസാധാരണമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേക്കാൻ പോകുകയാണ്. ആ തലമുറ ഇന്ത്യയെ പിടിക്കും. ഇന്ത്യ മുഴുവൻ ഏതാണ്ട് 70% യങ്സ്റ്റേഴ്സാണ്. ചെറുപ്പക്കാരെ ആത്മാവിൽ പിടിക്കാൻ പറ്റിയ ഒരു തലമുറ അഭിഷിക്തരായി എഴുന്നേൽക്കണം. 2, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യഥാർത്ഥ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഏലിയാവിൻ്റെ കാലത്ത് തീ കൊണ്ട് ഉത്തരമരളിയ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. തീ കൊണ്ട് ഉത്തരമരളുന്നൊരു ദൈവം. നാവ് കൊണ്ടല്ല ആൻസർ ചെയ്യുന്ന, ആത്മാവിൻ്റെ തീ ഇറക്കി ആൻസർ ചെയ്യുന്ന അഭിഷിക്തന്മാർ എഴുന്നേക്കണം. ബാൽപ്രവാചകന്മാരും ആശേര പ്രതിഷ്ഠകളും മൊത്തം 800-850 ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ബീഹാറിലും യു.പിയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ വളഞ്ഞിട്ട് ദൈവദാസന്മാരെ തല്ലും, പിടിച്ചു വലിച്ചു കൊണ്ടുപോകും, അറസ്റ്റ് ചെയ്യും, അകത്തിടും, ഉപദ്രവിക്കും. ജയിലിൽ അവർക്ക് ഭക്ഷണമില്ല, നല്ല വെള്ളം കൊടുക്കാനില്ല, ഡ്രസ്സ് മാറാൻ അനുവദിക്കില്ല. ദിവസങ്ങളോളം അവരെ ടോർച്ചർ ചെയ്യും. പക്ഷേ ഭാരതത്തിൽ യഥാർത്ഥ ദൈവം ആരാണെന്ന് വെളിപ്പെടാൻ പോകുകയാണ്. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം വെളിപ്പെട്ടെങ്കിൽ ആത്മാവിൻ്റെ തീ ഒരു പ്രദർശനമായി വെളിപ്പെടുന്നൊരു കാലം വരാൻ പോകുകയാണ്. പണ്ഡിത രമാഭായിയുടെ കാലത്ത് മുക്തി മിഷനിൽ കേടുകാവിൽ ഉണർവ് നടന്നപ്പോൾ തീ കാണായി വന്നെങ്കിൽ, വരിയാപുരം യോനാച്ചാൻ്റെ സഹോദരൻ ഛത്തീസ്ഗഡിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തീ ആ ഓടിൻ്റെ മുകളിൽ, ആ വീടിൻ്റെ മുകളിൽ വെളിപ്പെട്ടെങ്കിൽ, ഇവാൻ റോബർട്ട്സിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിലെ വെയിൽസിൽ മോറിയ സ്കൂളിൻ്റെ മുകളിൽ തീ വെളിപ്പെട്ടെങ്കിൽ, അസൂസ സ്ട്രീറ്റിലെ ഉണർവിൽ
ദൈവത്തിൻ്റെ തീ കാണായി വന്നെങ്കിൽ ലിറ്ററലി ഫയർ കാണാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇന്ത്യയിൽ വെളിപ്പെടും. ഈ ഉപദ്രവങ്ങൾ കാൻസർ തീയാണ്. ഈ പെർസിക്യൂഷൻ ആൻസർ തീയാണ്. ഇന്ത്യൻ ജയിലുകളിൽ ആത്മാവിൻ്റെ തീയുടെ സ്പർശനം വെളിപ്പെടും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. പീഡ വർദ്ധിക്കും തോറും ജനം പെരുകിക്കൊണ്ടിരിക്കും. ഈ നേപ്പാളിലെ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ അഭിഷേകത്തോടെ കൽപ്പിക്കുന്നു, ഉപദ്രവങ്ങൾക്ക് മീതെ ഉണർവിൻ്റെ തീ കത്തിക്കാളാൻ പോകുകയാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. May God bless you all. Amen.